ഒരു വ്യക്തി ചെയ്ത പ്രവൃത്തി നല്ലതാകുന്നതും മോശമാകുന്നതും ആ വ്യക്തി ചെയ്ത കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കില്ല, ഉദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. പ്രാർത്ഥന വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ ആളുകൾ പ്രാർത്ഥിക്കുന്നത് എന്തിനാണ് എന്നതിനെ ആസ്പദമാക്കിയാണ് ആ പ്രാർത്ഥന നല്ലതാകുന്നതും മോശമാകുന്നതും. ഉദാഹരണം പറഞ്ഞാൽ, ഒരു പൂക്കച്ചവടക്കാരൻ, അദ്ദേഹം രാവിലെ വരുന്നു, കട തുറക്കുന്നു, വിളക്ക് കൊളുത്തുന്നു, പ്രാർത്ഥിക്കുന്നു. അദ്ദേഹം എന്തായിരിക്കും പ്രാർത്ഥിച്ചിട്ടുണ്ടാവുക? എനിക്ക് നല്ല ബിസിനസ് നടക്കണം, എൻ്റെ പൂക്കളെല്ലാം നല്ല ലാഭത്തിൽ വിറ്റ് പോകണം. അദ്ദേഹം അവിടെ പൂക്കൾ മാത്രമല്ല വിൽക്കുന്നത്, പൂക്കൾ കൊണ്ട് നിർമ്മിച്ച റീത്തുകൾ വിൽക്കുന്നുണ്ട്. അദ്ദേഹം ഈ റീത്തുകൾ വിറ്റ് പോകാനും പ്രാർത്ഥിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് എന്താണ്? കുറച്ച് ആളുകൾ മരിച്ചു പോകണമെന്ന് തന്നെയാണ്. ഇതൊരു നല്ലൊരു പ്രാർത്ഥനയാണോ? ഒരു ശവപ്പെട്ടി കച്ചവടക്കാരൻ, ഒരു മെഡിക്കൽ സ്റ്റോറുകാരൻ, ഒരു ഹോസ്പിറ്റൽ നടത്തുന്ന വ്യക്തി, ഒരു വർക്ക്ഷോപ്പ് നടത്തുന്ന വ്യക്തി, അങ്ങനെ നാനാ തുറകളിലുള്ള വ്യക്തികളും ജീവിച്ച് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് പ്രോബ്ലം ഉണ്ടാവും. ഇപ്പോൾ ഒരു ബൈക്ക് യാത്രക്കാരൻ ബൈക്ക് യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആഗ്രഹിക്കുന്നത് എന്തായിരിക്കും? ഒരു കുഴപ്പവും കൂടാതെ അദ്ദേഹത്തിൻ്റെ യാത്ര വളരെ സുഗമമായിട്ട് മുന്നോട്ട് പോകണമെന്നായിരിക്കും. പക്ഷേ ഒരു പഞ്ചർ കടക്കാരൻ എന്തായിരിക്കും ആഗ്രഹിക്കുക? അദ്ദേഹത്തിൻ്റെ കടയിലേക്ക് നിരവധി വാഹനങ്ങൾ പഞ്ചറായിട്ട് വരണമെന്നായിരിക്കും. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരാളുടെ പ്രശ്നമാണ് മറ്റുള്ളവർക്ക് നന്മയായിട്ട് ഭവിക്കുന്നത്. എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു സോ മച്ച്.